മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിലുള്ള വ്യാജ സന്ദേശം വഴിയും തട്ടിപ്പ്. ഫോണിലെത്തിയ സന്ദേശത്തിലെ ലിങ്ക് തുറന്നവർക്കാണ് ലക്ഷങ്ങൾ നഷ്ടമായത്. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളാണ് തട്ടിപ്പിനിരയായത് കേട്ടോ. ഫോൺ ഹാക്ക് ചെയ്തു എന്നാണ് നിഗമനം. അഷ്കർ അലി കരിമ്പയുണ്ട്, അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടുവരാം. സൈബർ തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകമായ രീതിയിൽ പല ആളുകളിൽ നിന്നും പണം കവരുന്ന നിത്യസംഭവമാണ്. പലപ്പോഴും OTP ആളുകളിൽ നിന്ന് വിളിച്ചും അതുപോലെ തന്നെ ഫേക്ക് കോളുകളിലൂടെയൊക്കെ ശേഖരിച്ചൊക്കെയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് സംഘങ്ങൾ നടത്താറുള്ളത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു രീതിയിൽ കൂടി തട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതാണ്. ഒരു ഫോണിലേക്ക് ഒരു ലിങ്ക് വരുന്നു, ലിങ്ക് ഓപ്പൺ ആക്കിയാൽ തന്നെ ഈ OTPയും അതുപോലെ തന്നെ പിൻ നമ്പർ ചോദിക്കുന്നു. പക്ഷേ ഇത് തട്ടിപ്പാണ് നമ്മൾ മനസ്സിലാക്കി അത് ക്യാൻസൽ ചെയ്താൽ പോലും നമ്മുടെ ഫോണിൽ നിന്നും നമ്മുടെ ഫോൺ വഴി കണക്ട് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്നും പണം നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണല്ലോ. ഇപ്പോൾ എൻ്റെ കൂടെ 2 പെരിന്തൽമണ്ണ സ്വദേശികളുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് മാത്രം വ്യാപകമായി നഷ്ടമായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വെട്ടത്തൂർ സ്വദേശിയാണ് നൗഫൽ. എന്താണ് സംഭവിച്ചത്? ഫോണിലേക്ക് എങ്ങനെയാണ് മെസ്സേജ്? എൻ്റെ ഫോണിലേക്ക് ഒരു RTO ചെല്ലാനെന്ന് പറഞ്ഞിട്ട് APK ഒരു ഫയൽ വരികയാണ് ചെയ്യുന്നത്, പിന്നെ വാട്സപ്പിലേക്ക് വരിക ചെയ്ത്. നമ്മളത് ഓപ്പൺ ആക്കിയാൽ 500 രൂപ ഫൈൻ എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ലിങ്ക് ഓൺ ആക്കിയപ്പോൾ തന്നെ അതിൽ OTP ചോദിച്ചു, പിന്നെ ATMൻ്റെ പിൻ നമ്പർ ചോദിച്ചു. അപ്പോൾ എനിക്കത് തട്ടിപ്പാന്ന് മനസ്സിലായ സമയത്ത് നമ്മൾ ബാക്ക് അടിച്ച ചെയ്ത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫോണ് ചൂടാവുകയും അതിന് ചാർജൊക്കെ ഇറങ്ങൽ തുടങ്ങി. അപ്പോൾ ഞാനത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് എളുപ്പം ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കി ഒന്ന് ഓണാക്കി പിന്നെ ചാർജ് കയറ്റി. 12 മണി മുതൽ 1:30-2 മണിയാകുമ്പോൾ പൈസയൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാങ്കിൽ ചെന്ന സമയത്താണ് അറിഞ്ഞത് ആദ്യം 40,000 റുപ്യ നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് വലിച്ചു കൊണ്ട് നോക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുമ്പോഴാണ് 5,69,984 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വലിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ പോയി കണ്ട് ബാങ്കിൽ റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ അക്കൗണ്ട് ബ്ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അവിടുന്ന് സൈബർ സെല്ലിലേക്ക് വിളിച്ചുകൊണ്ട് വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇതുവരെ അതിൻ്റെ ഒരു തീരുമാനവും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഞാൻ എൻ്റെ വീട് പണിക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ച പണമായിരുന്നു. എനിക്ക് 1-2 ചലാൻ കെട്ടാനുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാനത് തുറക്കുന്നത്. അസാധാരണമായിട്ടുള്ള OTP വന്നപ്പോൾ എനിക്ക് സംശയം തോന്നിയപ്പോൾ ഞാൻ നേരെ ഫോൺ ഇങ്ങനെ പിന്നെ ഹീറ്റാവുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ ബാങ്കിലേക്ക് പോയി. ബാങ്ക് HDFC ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയിരുന്ന്, പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ പോയിരുന്നിട്ട് അപ്പോൾ പറഞ്ഞിങ്ങനെ OTP വരുന്നുണ്ട്, പണം നഷ്ടപ്പെടുന്ന ഒരു സംശയം ഉണ്ടെങ്കിലൊന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്യാറ്. അവിടെ ഇന്നെ 20 മിനിറ്റ് നേരം ഇരുത്തി. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള ഇത്. ആ സമയത്ത് 3 ട്രാൻസാക്ഷൻ നടന്നു. 43,000 സംതിങ്ങിൻ്റെ 3 ട്രാൻസാക്ഷൻ നടന്നു. 2,69,000 രൂപ പോയിട്ട് ഞാൻ മാനേജറോട് പറയുമ്പോൾ മാനേജർ എന്നാൽ പെട്ടെന്ന് കസ്റ്റമർ കെയർക്ക് വിളിക്കും. കസ്റ്റമർ കെയർക്ക് അവരെല്ലാം വിളിക്കണം, നമ്മളെടുത്ത് തരികയാണ്. ഒരുപാട് ആളുകൾക്ക് അവർ കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത്. നിങ്ങൾക്ക് തന്ന 2,69,000 രൂപ പിന്നീട് വീണ്ടും ബാങ്ക് തിരിച്ചു വിളിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 26-ാം തീയതിയാണ് അവർ തിരിച്ച് വിളിച്ചത്. ഞാൻ മെയിൽ അയച്ചു, HDFCക്ക് നേരിട്ട് അവർ ഡിപ്പാർട്ട്മെൻറ്റിക്ക് മെയിൽ അയച്ചു. 2-ാമത്തെ ദിവസം പിന്നെ ഫണ്ട് തിരിച്ചു വിളിച്ചപ്പോൾ ബാങ്ക് എന്താ പറയുന്നത്? ബാങ്ക് ഒന്നും പറയുന്നില്ല. ബാങ്ക് പറയുന്നത് നിങ്ങൾ ബാങ്ക് ഓംബുഡ്സ്മാന് കൊടുത്തോളിയും, വേറെ നിയമ നടപടി എന്തെങ്കിലും നോക്കിക്കോളിയും, ബാങ്ക് വിഷയം ക്ലോസ് ചെയ്തു. ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് നേരത്തെ OTP വിളിച്ച് ചോദിച്ചും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയാണ് തട്ടിപ്പ് നടത്തിയതെങ്കിൽ ഇപ്പോൾ ഫോൺ ഹാക്ക് ചെയ്ത് നിങ്ങൾക്ക് ചില ലിങ്കുകൾ അയച്ചു തന്ന് അതുവഴി ഫോൺ ഹാക്ക് ചെയ്ത് തന്നെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നൗഫൽ മുജീബൊക്കെ തന്നെ സമാനമായ രീതിയിൽ വിവിധ പേരുടെ പണം നഷ്ടമായി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കും ലഭിക്കുന്ന വിവരം. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ റിപ്പോർട്ടർ മലപ്പുറം. താങ്ക് യു. അഷ്കറാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കാരണവശാലും നിങ്ങൾക്ക് പരിചിതമില്ലാത്ത സൈറ്റുകളിൽ നിന്നുള്ള അപേക്ഷകൾ വന്നാൽ നിങ്ങൾ അത് ഓപ്പൺ ചെയ്യാതിരിക്കുക. ലിങ്കുകൾ പല രൂപത്തിൽ വരും. OTP ആയിട്ട് കോളുകൾ വരും. അതിനോട് നിങ്ങൾ പ്രതികരിക്കാതിരിക്കുക. ഒരാളും OTP ചോദിച്ച് വിളിക്കില്ല. സ്വിഗ്ഗി സൊമാറ്റോക്കാരൊക്കെ OTP ചോദിച്ച് വിളിക്കും. അത് സ്വിഗ്ഗി സൊമാറ്റോ സൈറ്റുകളിൽ നിന്ന് വരുന്നതായിരിക്കും. അതല്ലാതെ ബാങ്കിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട OTP ഫോണിൽ ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കരുത്. പ്രിയപ്പെട്ടവരെ, അതിലേറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത് പ്രായം ചെന്ന മനുഷ്യരെയാണ്. അവരോട് വിളിച്ചൊക്കെ ചോദിക്കും. പലതരത്തിലാണ് തട്ടിപ്പുകാർ വരുന്നത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ പേരിലുള്ള അക്കൗണ്ടുകൾ വഴി വരാം, അതേപോലെ ബാങ്കിൻ്റെ അക്കൗണ്ടിൻ്റെ പേരിലുള്ള വരാം, ക്രെഡിറ്റ് കാർഡിൻ്റെ പേരിൽ വരാം, ഇനി പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞു വരാം, ഇൻകം ടാക്സിൻ്റെ പേരിൽ വരാം, CBI ആണെന്ന് പറഞ്ഞു വരാം, ഡൊണാൾഡ് ട്രംപ് ആണെന്ന് വരെ പറഞ്ഞു വരും പറ്റിക്കപ്പെട്ടത്.